എന്തിനാണ് ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും? ആ മുറിവുകൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി അത് വലിയ വ്രണമാക്കി അത് പഴുപ്പിച്ച് അതിലൂടെ വീണ്ടും മനുഷ്യനെ വർഗീയവാദികളാക്കി തീർക്കുന്നതിന് വേണ്ടിയല്ല ഓർക്കേണ്ടത് നമ്മളുടെ മുൻഗാമികൾക്ക് വിഭജനത്തിന്റെ കാലത്ത് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഇനി നമുക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഇന്ത്യയുടെ വിഭജനത്തിന്റെ ഉത്തരവാദി? അത് കേവലം ഒരു മുഹമ്മദ് അലി ജിന്നയിൽ മാത്രം ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവ വികാസമല്ല ഇന്ത്യയുടെ വിഭജനം എന്നുള്ളത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച, ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളുടെ നാട്ടിലെ മീഡിയകളിൽ പലതിലും നമ്മൾ കേട്ടുവരുന്ന ഒരു നറേഷൻ, ഇന്ത്യയുടെ വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി മുഹമ്മദ് അലി ജിന്നയാണ്. അതൊരു തരത്തിൽ ശരിയാണെങ്കിലും അതിനപ്പുറം കടന്ന് ഇന്ത്യയുടെ വിഭജനത്തിന് വേണ്ടി കൂട്ടുനിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ നെഹ്റുവും ഗാന്ധിയും അടങ്ങുന്ന സംഘമാണ്. അതിന് പിൻബലമായി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനാണ്. ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ തന്റെ ജീവനും തന്റെ ജീവിതവും തന്റെ കരിയറും തന്റെ സകലതും സമർപ്പിച്ച് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി പോരാടിയ നെഹ്റുവിനെയും ഗാന്ധിയെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും മാറ്റി മറ്റു പലരെയും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് പിൻബലം നൽകുന്നതിന് വേണ്ടി വളച്ചൊടിച്ച ചരിത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ നേടി, ഈ രാജ്യം വിഭജനത്തിലേക്ക് എങ്ങനെ പോയി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കതിൽ എന്തായിരുന്നു. സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ചരിത്രകാരന്മാർ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന ഒരു നറേഷനാണ്. സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് A.O. ഹ്യൂം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇന്ത്യക്കാർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് സംഘടിച്ച് അതിതീവ്രമായ നിലയിൽ ആ പ്രഷർ വെളിയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ തിരിയുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഈ പ്രഷർ കുക്കറിന് സേഫ്റ്റി വാൾവ് വെക്കുന്നത് പോലെ ഇന്ത്യക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങിയത് എന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും അതിനു മുമ്പുള്ള ചരിത്രത്തെയും കുറിച്ച് ഏറ്റവും ആധികാരികമായി ബിപിൻ ചന്ദ്ര എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ഇറ്റ്സ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്ന് പറയുന്ന 3 വാല്യമുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്ന തിയറി ഇറ്റ് ഈസ് എ മിത്ത്, അതൊരു അസംബന്ധമാണ്, അതൊരു കളവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാരണം ഇത് മുഴുവൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നെഹ്റുവും ഗാന്ധിയും പണിയെടുത്തിട്ടില്ല. അതിന് പകരം ഇന്ന് ആ സ്ഥാനത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ചില ആളുകളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ തിയറികൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. ഞാനൊരു 3 കൊല്ലം മുമ്പ് ഇവിടെ നെഹ്റുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ നെഹ്റുവിന്റെ ചരിത്രം എഴുതിയിട്ട് ആ പുസ്തകം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന വാക്കുദ്ധരിച്ചിരുന്നു, നിങ്ങൾ ഇന്ത്യയിലെ എഴുതപ്പെട്ട സകല രേഖകളിൽ നിന്നും നെഹ്റുവിന്റെ പേര് മായിച്ചു കളഞ്ഞാലും, ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട സകല ചിത്രങ്ങളിൽ നിന്നും നെഹ്റുവിന്റെ ഫോട്ടോ നിങ്ങൾ മാറ്റിക്കളഞ്ഞാലും ആധുനിക ഇന്ത്യ, ഈ ഇന്ത്യയുടെ വികസനം, ഈ ഇന്ത്യയുടെ ജീവവായു ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇന്ത്യ നെഹ്റു നെഹ്റു എന്ന് ഓരോ സെക്കൻഡുകളിലും മന്ത്രിച്ചുകൊണ്ടിരിക്കും. കാരണം ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ച് നടുപൊടിച്ച് പരസ്പരം തമ്മിലടിക്കുകയും വിഭജിക്കുകയും കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു യഥാർത്ഥ സ്റ്റേറ്റ്മാന് മാത്രമേ ഈ രാജ്യത്തെ തിരിച്ച് ഇന്ന് 140 കോടി ജനങ്ങൾ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഇന്ത്യയാക്കി കൊണ്ടുവരാൻ സാധിച്ചത് നെഹ്റുവിന്റെ കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ മിടുക്കും കൊണ്ടാണ്. അതുകൊണ്ട് അച്ചടിക്കപ്പെട്ട എല്ലാ രേഖകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മായിച്ചു കളഞ്ഞാലും ആധുനിക ഇന്ത്യ നെഹ്റു എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നു. നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ സത്യവിശ്വാസികളുടെയും ചെറുതും വലുതുമായ സകല പാപങ്ങളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം പതിവിന് വിപരീതമായി ആ വർഷം ഇന്ത്യയിൽ മൺസൂൺ കാലം മാസങ്ങൾ വൈകിയാണ് എത്തിയത്. 47 ഓഗസ്റ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സമയത്ത് സമൃദ്ധമായി മഴ പെയ്യേണ്ടിയിരുന്ന ഇന്ത്യയിൽ കടുത്ത വേനലായിരുന്നു. അന്ന് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ആളായിരുന്നു അന്നത്തെ പഞ്ചാബ് ബൗണ്ടറി ഫോഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന ജനറൽ തോമസ് റീസ്. അദ്ദേഹം തന്റെ കാറിന്റെ ഡ്രൈവറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. വൈ ദ മൺസൂൺ ഈസ് ലേറ്റ് ഇൻ ദിസ് ഇയർ? എന്തുകൊണ്ടാണ് ഈ വർഷം വേനൽ ശക്തമായി നിൽക്കുന്നത്, മഴ വരാൻ താമസിക്കുന്നത്? അന്ന് വിഭജനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മുറിവുകൾ കണ്ട് മനസ്സ് പതറി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ
അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഉത്തരമുണ്ട്, സാഹിബ്, മേ ദ ഗോഡ് ഈസ് ആംഗ്രി ഓൺ അസ്. ചിലപ്പോ നമ്മളുടെ ഈ ചെയ്തികൾ കണ്ടിട്ട് ദൈവം നമ്മളോട് കോപിച്ചു നിൽക്കുന്നതിന്റെ പേരിലായിരിക്കും മഴ വരാൻ താമസിക്കുന്നത് എന്ന് തോമസ് റീസ് എന്ന പഞ്ചാബ് ബൗണ്ടറി ഫോഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ഇന്ത്യക്കാരനായ ഡ്രൈവർ പറയുന്ന ഒരു വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ദൈവം മനുഷ്യരോട് കോപിക്കുന്നതിന്റെ എല്ലാവിധ ചെയ്തികളും 947 ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യയുടെ വിഭജനം ദൈവത്തിന്റെ കോപം മനുഷ്യരിലേക്ക് വിളിച്ചു വരുത്തുന്ന സകലമാന പ്രവർത്തനങ്ങളുടെയും സമ്മേളനമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട കൂട്ടക്കൊലകൾ, കലാപങ്ങൾ, തെരുവ് ആക്രമണങ്ങൾ, വീട് കൊള്ളയടിക്കലുകൾ, ഏകദേശം 1 ലക്ഷത്തോളം സ്ത്രീകളുടെ മാനം പിച്ചു ചീന്തുന്ന തരത്തിൽ ക്രൂരമായ ബലാത്സംഗങ്ങളും റേപ്പുകളും ആ വർഷങ്ങളിൽ ഇന്ത്യയിൽ നടന്നതായി ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി നിലനിന്നിരുന്ന, വിജയിച്ചിരുന്ന ഒരു ബിസിനസ് അന്യമതസ്ഥരാൽ പീഡിപ്പിക്കപ്പെട്ട് അതിലൂടെ ഗർഭം ധരിച്ച കുട്ടികളെ അബോർഷൻ ചെയ്ത് കളയുന്നതിന് വേണ്ടിയുള്ള ക്ലിനിക്കുകളായിരുന്നു എന്ന് ഇന്ത്യയുടെ തന്നെ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ അതിന്റെ ചരിത്രത്തിൽ എന്നല്ല, ലോക ജനത അവരുടെ മുഴുവൻ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മുറിവുകളിൽ ഒന്നായിരുന്നു ഇന്ത്യയുടെ വിഭജനം. ആ വിഭജനത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വിഭജനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ആ വിഭജനത്തിന്റെ കഥയും ചരിത്രവും ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യയുടെ ആത്മാവിന്, ഇന്ത്യയുടെ ചരിത്രത്തിന് ഏറ്റ ആ വലിയ മുറിവിനെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടത് വീണ്ടും വീണ്ടും ആ മുറിവിൽ കുത്തി കുത്തി അതിലെ വ്രണങ്ങളെ വലുതാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഭൂതകാലത്ത് സംഭവിച്ചു പോയ ഓരോ അപജയങ്ങളെയും ഓരോ പിഴച്ച ചുവടുകളെയും കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ചുവടുവെപ്പുകളിലൂടെ വർത്തമാനകാലത്ത് മുന്നേറുന്നതിന് വേണ്ടി ചരിത്രകാലത്ത് തങ്ങളുടെ പൂർവികന്മാർക്ക് സംഭവിച്ചു പോയ പിഴവുകളും അബദ്ധങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി ഓർത്തിരിക്കണം. നമ്മൾ എന്തിനതിനെക്കുറിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു തആല മനുഷ്യന്റെ ഹിദായത്തിനു വേണ്ടി നമ്മളിലേക്ക് അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. നമ്മളുടെ പള്ളികളിൽ ഹിദായത്തിന്റെ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് വെക്കുന്ന ഖുർആൻ പരിശോധിച്ചാൽ 6600ഓളം ആയത്തുകളിൽ ഏതാണ്ട് 2000ഓളം ആയത്തുകളെ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് ചരിത്ര സംഭവങ്ങളെ വികലമായി, ചരിത്ര സംഭവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനകാലത്ത് അവതരിപ്പിക്കുമ്പോൾ ഇതല്ല കൃത്യമായ ചരിത്രം ഇതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആനിന്റെ 2000 ആയത്തുകൾ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ സന്മാർഗത്തിന് വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, സമാധാനവും സ്വസ്ഥവുമായ ഒരു ജീവിതം ഭൂമിയിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ചു തന്ന ഖുർആനിന്റെ 30 മുതൽ 33% വരെയുള്ള ഭാഗങ്ങൾ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, മദ്യപിക്കരുത് എന്ന് പറയാനല്ല, മറിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ചരിത്രങ്ങൾ ഇത് കളവാണ്, ഇത് വഞ്ചനയുടെ ചരിത്രമാണ്, ഇത് ചില ഗൂഢലക്ഷ്യങ്ങളുടെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ ചരിത്രമാണ്, ഈ ചരിത്രത്തിന്റെ പിന്നാലെ പോകരുത്, ഇതാണ് ശരിയായ ചരിത്രമെന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിന്റെ 30 മുതൽ 33% വരെയുള്ള ഭാഗങ്ങൾ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാഴ്ച, ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളകളിൽ പല ക്യാമ്പസുകളിലും പല രാഷ്ട്രീയക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കേരളത്തിന്റെ ഗവർണറിന്റെ അടക്കം പരസ്യമായ പ്രസ്താവനകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, വിഭജനത്തെക്കുറിച്ച് ഓർക്കണം, വിഭജനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. എന്തിനാണ് ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും? ആ മുറിവുകൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി അത് വലിയ വ്രണമാക്കി അത് പഴുപ്പിച്ച് അതിലൂടെ വീണ്ടും മനുഷ്യനെ വർഗീയവാദികളാക്കി തീർക്കുന്നതിന് വേണ്ടിയല്ല ഓർക്കേണ്ടത് നമ്മളുടെ മുൻഗാമികൾക്ക് വിഭജനത്തിന്റെ കാലത്ത് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഇനി നമുക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണ് ഇന്ത്യയുടെ വിഭജനത്തിന്റെ ഉത്തരവാദി? അത് കേവലം ഒരു മുഹമ്മദ് അലി ജിന്നയിൽ മാത്രം ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവ വികാസമല്ല ഇന്ത്യയുടെ വിഭജനം എന്നുള്ളത്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച, ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളുടെ നാട്ടിലെ മീഡിയകളിൽ പലതിലും നമ്മൾ കേട്ടുവരുന്ന ഒരു നറേഷൻ, ഇന്ത്യയുടെ വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി മുഹമ്മദ് അലി ജിന്നയാണ്.
അതൊരു തരത്തിൽ ശരിയാണെങ്കിലും അതിനപ്പുറം കടന്ന് ഇന്ത്യയുടെ വിഭജനത്തിന് വേണ്ടി കൂട്ടുനിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ നെഹ്റുവും ഗാന്ധിയും അടങ്ങുന്ന സംഘമാണ്. അതിന് പിൻബലമായി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനാണ്. ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ തന്റെ ജീവനും തന്റെ ജീവിതവും തന്റെ കരിയറും തന്റെ സകലതും സമർപ്പിച്ച് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി പോരാടിയ നെഹ്റുവിനെയും ഗാന്ധിയെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും മാറ്റി മറ്റു പലരെയും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് പിൻബലം നൽകുന്നതിന് വേണ്ടി വളച്ചൊടിച്ച ചരിത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ നേടി, ഈ രാജ്യം വിഭജനത്തിലേക്ക് എങ്ങനെ പോയി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കതിൽ എന്തായിരുന്നു. 1857 ശിപായി ലഹള ആദ്യത്തെ ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയതോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യ അതിന്റെ എല്ലാ കാലത്തും അനുഭവിച്ചതിൽ ഏറ്റവും മാരകമായ വിഷം, ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ മാരകമായ വിഷം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചു തുടങ്ങി. അഥവാ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിൽ മതപരമായി തന്നെ അവരുടെ ഇടയിൽ വിഭജനത്തിന്റെ വിത്തുകൾ പാകി തുടങ്ങി. കാരണം 1857 സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാകുന്നത് ഹൈന്ദവനായ ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഹൈന്ദവ സഹോദരന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അത് ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സായുധമായ കലാപത്തിനും വിപ്ലവത്തിനും മുസ്ലിമീങ്ങൾ ഒരുങ്ങുകയും ചെയ്തു. ഒരു ഹൈന്ദവനായ പട്ടാളക്കാരൻ കൊല്ലപ്പെടുമ്പോ എന്തിന് മുസ്ലിങ്ങളായ ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങണം? ഇവരെ രണ്ടുപേരെയും ഭിന്നിപ്പിച്ച് രണ്ട് സംഘങ്ങളായി നിർത്തിയാൽ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിക്കാം എന്ന് ബ്രിട്ടീഷുകാരന്റെ മനസ്സിൽ തോന്നിയ തോന്നൽ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് ഭരണാധികാരികൾ നിർമ്മിക്കുന്ന റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നോക്കിയാൽ 10-20 കൊല്ലത്തിനുള്ളിൽ തകർന്നു വീഴുന്നത് നമ്മൾ കാണുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ ആ കാലത്ത് പണിഞ്ഞു വെച്ചിട്ട് പോയ ഇന്ത്യയിലെ കെട്ടിടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100-200 കൊല്ലമൊക്കെ നിലനിൽക്കാൻ പറ്റുന്ന അത്ര ശക്തമായ രീതിയിലായിരുന്നു അവർ പണിഞ്ഞു വെച്ചത്. ഇന്ത്യയുടെ പാർലമെന്റ് പോലും ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ ആർക്കിടെക്റ്റിന്റെ മികവല്ല, മറിച്ച് ഈ ഭിന്നിപ്പ് ഇവിടെ നടപ്പിലാക്കി ഇവിടുത്തെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ 1000 വർഷം കൂടി ഇന്ത്യ ഭരിക്കാമെന്ന് അവർ വ്യാമോഹിച്ചിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ഏറ്റവും മാരകമായ ആയുധം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചു. ഇന്ത്യയിലെ മനുഷ്യരെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഇവിടുത്തെ ജനതയെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിക്കാമെന്ന് അവർ വ്യാമോഹിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം 1885 ഇന്ത്യയിൽ രൂപം കൊണ്ടു. പട്ടാഭി സീതാരാമയ്യ എഴുതിയ ഒരു പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇറ്റ്സ് ഒറിജിൻ, ഹിസ്റ്ററി ആൻഡ് ഇമ്പാക്ട് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ചരിത്രമുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു പ്രസ്ഥാനമില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഇന്ത്യയുടെ വിഭജനം ഏതാണ്ട് 1947 ഓഗസ്റ്റ് 17 അവസാനത്തെ ബ്രിട്ടീഷുകാരുടെ ബൗണ്ടറി കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി ഇന്ത്യയുടെ വിഭജനം ഏതാണ്ട് പൂർണ്ണമായി. ഇതിനു മുമ്പ് ഒരു 100 വർഷത്തെ ചരിത്രം നമ്മൾ ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അരമണിക്കൂർ നീളുന്ന ഒരു വെള്ളിയാഴ്ച പ്രസംഗത്തിൽ അത് മുഴുവൻ പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് വ്യാപകമായി തെറ്റിദ്ധാരണകൾ പരത്തി വിഭജനത്തെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ, വിഭജനത്തെക്കുറിച്ച് അറ്റം പിടിച്ച അരികുവൽക്കരിച്ച കഥകൾ നമ്മളുടെ ഇടയിൽ പ്രചരിക്കുമ്പോൾ പുതിയ തലമുറ ആ വിഭജനത്തിന്റെ തീവ്രതയും ആ വിഭജനത്തിന്റെ കാരണങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. 1900 തുടക്കത്തിൽ നോക്കിയാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ പോലെ ഇന്ത്യ വിഭജിച്ച് മുസ്ലിമീങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞിരുന്നതായി അദ്ദേഹത്തിന്റെ ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ച് ശക്തമായി അതിനെ എതിർത്തിരുന്ന ആളായിരുന്നു മുഹമ്മദ് അലി ജിന്ന. പിന്നീട് 1940കളിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ആളായി ജിന്ന മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം,
ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം വിഭജിക്കുന്നതിന്റെ പിന്നിൽ 1900 മുതൽ ഇന്ത്യയിൽ നടന്നിരുന്ന നൂറുകണക്കിന് ചെറിയ കലാപങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ നേതാക്കന്മാർ ഇന്ന് നമ്മൾ നമ്മളുടെ നാട്ടിൽ കാണുന്നത് പോലെ വർഗീയ പരാമർശങ്ങൾ നിരന്തരം അവരവരുടെ മേഖലകളിൽ നിന്ന് പരാമർശിച്ചിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ വിഭജനത്തിന്റെ കാരണമായി മാറി. 1947 ആഗസ്റ്റ് 14 പണ്ഡിറ്റ് നെഹ്റുവും സർദാർ വല്ലഭായി പട്ടേലും അടങ്ങിയിരിക്കുന്ന നേതാക്കന്മാർ ഇന്ത്യയുടെ വിഭജനത്തിന് ഗതികേട് കൊണ്ട് സമ്മതിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നെഹ്റു ഇന്ത്യയുടെ വിഭജനത്തിന് എത്രത്തോളം എതിരായിരുന്നു എന്നുള്ളത്. സർദാർ പട്ടേൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യം രണ്ടായി വിഭജിക്കുന്നത് എന്റെ മനസ്സിനേൽക്കുന്ന ഏറ്റവും വലിയ മുറിവാണ്. പക്ഷേ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന നൂറുകണക്കിന് ചെറിയ രാജ്യങ്ങളായി ഇന്ത്യ വിഭജിക്കുന്നതിനേക്കാൾ നല്ലത് 2 രാഷ്ട്രങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെടുന്നതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ കേരളത്തിലെ ചാനൽ ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നെഹ്റുവും ഗാന്ധിയുമാണ് ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാർ. അതിനെല്ലാ ഒത്താശയും കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിന്റെ കാരണം കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടാവിയൻ ഹ്യൂം എന്ന് പറയുന്ന A.O. ഹ്യൂം ആണ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സ്ഥാപകൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കോൺഗ്രസുകാർ തന്നെ സമ്മതിക്കുന്ന 100% ശരിയായ ചരിത്രമാണ്. പക്ഷെ നമുക്ക് ഇത് പറയേണ്ടി വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കൊടിപിടിച്ച മുമ്പിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമുള്ളത് കൊണ്ടല്ല, മറിച്ച് പള്ളിയിൽ നമ്മൾ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. കോൺഗ്രസിന്റെ സ്ഥാപകൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും മലയാളി അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യയിൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ സിറ്റിസന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയിൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്ത ആളാണ്. അഥവാ ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. പക്ഷേ ജാലിയൻവാലാബാഗ് വെടിവെപ്പ് നടന്നതോടുകൂടി, അത് അദ്ദേഹം അറിയുന്നതോടുകൂടി, ബ്രിട്ടീഷുകാരുടെ സ്വാധീനങ്ങളുടെയും ബ്രിട്ടീഷുകാർ തന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ ഭരണ സ്ഥാനങ്ങളുടെയും മുമ്പിൽ അദ്ദേഹം മുട്ടുമടക്കി നിൽക്കാതെ എന്റെ രാജ്യത്തെ മനുഷ്യരെ കൊന്നതിന്റെ, ജാലിയൻവാലാബാഗ് പോലൊരു കൂട്ടക്കൊല നടത്തിയതിന് പ്രതിഷേധമായി കൊണ്ട് അദ്ദേഹം അന്നൊരു ഇന്ത്യക്കാരന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗം രാജിവെച്ച് അത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി വന്ന നേതാവായിരുന്നു. പിന്നീട് ഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നു. ആ പുസ്തകത്തിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കും വെടിവെപ്പിനും കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ ഇദ്ദേഹമാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാൻ കാരണക്കാരനെന്ന് അദ്ദേഹം എഴുതുന്നു. അദ്ദേഹത്തിനെതിരെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പരസ്യമായി രംഗത്ത് വരുന്നു. പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കുമെന്ന് പറയുന്നു. ഡിഫമേഷന് ഇന്ത്യയിൽ കേസ് കൊടുക്കാതെ ബ്രിട്ടനിൽ പോയി കിങ്സ് ബെഞ്ചിൽ അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായർക്കെതിരെ കേസ് കൊടുക്കുന്നു. കേസ് വരുന്നു. ജഡ്ജി 100% ബ്രിട്ടീഷ് വംശീയവാദിയായിരുന്ന ജഡ്ജിയുടെ മുമ്പിലേക്ക് കേസ് വരുമ്പോൾ അദ്ദേഹത്തോട് ജഡ്ജി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളിപ്പോ ആ പറഞ്ഞ വാചകങ്ങൾ ഞാൻ തിരുത്തുന്നു, അതിന് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടാം. അന്ന് അദ്ദേഹം തല ഉയർത്തി നിന്ന്, നട്ടല് നിവർത്തി നിന്ന് അദ്ദേഹം കിങ്സ് ബെഞ്ചിൽ ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുമ്പിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ പറഞ്ഞത് 100% ചരിത്രപരമായ സത്യമാണ്. ഞാൻ ഇവിടെ വെച്ച് എന്റെ ഈ വാക്ക് പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ പേരറിയാതെ ഊരറിയാതെ ആരും ഏറ്റെടുക്കാനില്ലാതെ ജാലിയൻവാലാബാഗിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട മനുഷ്യരോട് കാണിക്കുന്ന അനീതിയായിരിക്കും. അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുകയില്ല. ജഡ്ജി വീണ്ടും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. 500 പൗണ്ടും ബ്രിട്ടനിൽ വന്ന് കേസ് നടത്താനുള്ള ചെലവും നിങ്ങൾക്ക് പെനാൽറ്റിയായി ഈ ഡിഫമേഷൻ കേസിൽ നിങ്ങൾക്ക് വിധിക്കപ്പെടും. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാം. അദ്ദേഹം പറഞ്ഞു, 500 പൗണ്ടല്ല, 500 പൗണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടന്റെ 500 പൗണ്ടാണ്. ഇന്ന് കോടികൾ വില മതിക്കും. 500 പൗണ്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പെനാൽറ്റി ആയിട്ട് പിടിച്ചു വാങ്ങിയാലും മാപ്പ് ഞാൻ പറയുകയില്ല. പേരറിയാതെ രക്തസാക്ഷികളായി പോയ ആയിരക്കണക്കിന് മനുഷ്യരുടെ അവകാശത്തിനും നീതിക്കും വേണ്ടി ഞാൻ എന്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുകയും തന്റെ പോക്കറ്റിൽ നിന്ന് 500 പൗണ്ടും ബ്രിട്ടനിൽ കേസ് നടത്താനുള്ള ചെലവും എടുത്തു കൊടുത്തിട്ട് അഭിമാനത്തോടുകൂടി തല ഉയർത്തി ബ്രിട്ടീഷ് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും മലയാളി അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ പോലെ നട്ടെല്ല് നിവർത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് അലൻ ഒക്ടാവിയൻ ഹോം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദ കേസ് ദാറ്റ് സ്റ്റുക്ക് ദ എംപറർ എന്ന് പറഞ്ഞ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ചെറുമകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ഈ കേസിനെ കുറിച്ചും ഈ ചരിത്രത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. 1870 ബ്രിട്ടീഷ് സിവിൽ സർവന്റായി ഇന്ത്യയിലേക്ക് വന്ന ഉദ്യോഗസ്ഥനാണ് A.O. ഹ്യൂം. അദ്ദേഹം 1877 വരെ ബ്രിട്ടന്റെ സിവിൽ സർവന്റായി പല മേഖലകളിലും സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും സെക്രട്ടറി ആയിരുന്നു അലൻ ഒക്ടാവിയൻ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് സിവിൽ സർവന്റ്. 1877 അദ്ദേഹം ലോർഡ് ലൈറ്റൺ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരിയായിരുന്ന ബ്രിട്ടീഷ് പ്രഭുവിനെ എതിർത്തുകൊണ്ട് ഒരു സിവിൽ സർവന്റായി നിന്നുകൊണ്ട് ഭരണകൂടത്തെ എത്ര എതിർക്കാൻ പറ്റുമോ ആ തീവ്രതയിൽ എതിർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ദ ഇന്ത്യൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. അതിനെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ദ പോയിസണസ് ലിറ്ററേച്ചർ എന്നാണ്. അഥവാ ഒരു സിവിൽ സർവന്റായി നിന്നുകൊണ്ട് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിന് തന്നെ കൊണ്ടാകുന്ന തരത്തിൽ അദ്ദേഹം വിമർശിച്ച് എഴുതിയ റിപ്പോർട്ടാണ് ദ ഇന്ത്യൻ മെമ്മോറാണ്ടം എന്ന് പറയുന്ന റിപ്പോർട്ട്. അതിൽ അദ്ദേഹം നിശ്ചിതമായ ഭാഷയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇന്ത്യക്കാരോട് കാണിക്കുന്ന അനീതി, ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ടും ബ്രിട്ടനിലെ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ സാധാരണക്കാരായ ഇന്ത്യക്കാർ എടുത്തെറിയപ്പെടുന്ന ദാരിദ്ര്യത്തിന്റെ മഹാ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായിട്ട് സൂചിപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് വന്നതോടുകൂടി ബ്രിട്ടീഷ് ബ്യൂറോക്രസിയുടെ ചരിത്രത്തിൽ ആദ്യമായി സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തരം താഴ്ത്തുന്നു. പക്ഷേ അദ്ദേഹം സിവിൽ സർവന്റ് മാത്രമല്ലായിരുന്നു, ഇന്ത്യയിൽ പക്ഷികളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു പക്ഷി ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. 1882 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തിസീസ് അദ്ദേഹം ബ്രിട്ടന്റെ സഹായത്തോടുകൂടി പുറത്തിറക്കുന്നു. ദ ഗെയിം ബേർഡ് ഓഫ് ഇന്ത്യ, സിലോൺ ആൻഡ് ബർമ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിസീസ് അവതരിപ്പിക്കുന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ മുഖത്തേക്ക് തന്റെ സിവിൽ സർവീസും ബ്രിട്ടീഷ് ഉദ്യോഗവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നൽകുന്ന ശമ്പളവും അവരുടെ മുഖത്തേക്ക് രാജിക്കത്തായി വലിച്ചെറിഞ്ഞുകൊണ്ട് 1882 അദ്ദേഹം ഇറങ്ങി വെളിയിലേക്ക് വരുന്നു. അതിനുശേഷം 1883 കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ്സിന് അദ്ദേഹം എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: നിങ്ങളുടെ കൂട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവുമുള്ള ദ യങ് മാൻ മസ്റ്റ് കം ഫോർവേഡ് ആൻഡ് വിവരവും വിദ്യാഭ്യാസവുമുള്ള എല്ലാ യുവാക്കളും യുവതികളും മുമ്പിലേക്ക് വരണം, നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മുമ്പിലേക്ക് വരണമെന്ന് അലൻ ഒക്ടാവിയൻ ഹ്യൂം കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ആളുകൾക്ക് എഴുതിയ കത്താണ് സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നതിന്റെ കാരണം. 883 കത്തെഴുതുന്നു, 885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. ഇന്ന് നമ്മൾ AICCയുടെ ആർക്കൈവിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ റെസൊല്യൂഷൻ മുതൽ നമുക്ക് കാണാൻ സാധിക്കും. 100% ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കീഴടക്കി ഭരിക്കുന്നതിനെതിരെ അതിന്റെ 1885 ആദ്യത്തെ റെസൊല്യൂഷൻ മുതൽ ബ്രിട്ടനെതിരെ നിവർന്നു നിന്ന് റെസൊല്യൂഷൻ പാസാക്കിയ ചരിത്രം നമുക്ക് AICCയുടെ ആർക്കൈവിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മാതൃപ്രസ്ഥാനമായിരുന്നു അന്ന് രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനു മുമ്പ് വരെ ഇന്ത്യക്കാർക്ക് സംഘടിക്കണമെന്നും ഇങ്ങനൊരു പ്രസ്ഥാനം രൂപീകരിക്കണമെന്നും സംഘടിതമായി ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിനെ കുറിച്ച് അതിനു മുമ്പ് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത സമയത്താണ് ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിട്ട് ഇരിക്കെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് കാണിക്കുന്ന അന്യായങ്ങൾ കണ്ട് കണ്ണടയ്ക്കാൻ സാധിക്കാതെ അലൻ ഒക്ടാവിയൻ ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആദ്യം ബ്രിട്ടീഷുകാർ ഇതിനെ പരിഗണിച്ചിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇത് ശരിയാവുകയില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അസ്തമയത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കി പതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മതപരമായി വിഭജിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ആ ശ്രമങ്ങൾ ഏറ്റവും തീവ്രമായിരുന്നത് 1900 തുടക്കത്തിൽ ബംഗാളിനെ രണ്ടായി ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നതിലൂടെയാണ്.
മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും എന്ന നിലയിൽ ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. അതോടുകൂടി അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാധാനത്തിന്റെ പാതയിലായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസിന്റെയും മറ്റു പലരുടെയും നേതൃത്വത്തിൽ അതിതീവ്രമായ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. പിന്നീട് നമ്മൾ അവസാനത്തിൽ കാണുന്നത് നെഹ്റുവും ഗാന്ധിയും അടങ്ങുന്ന ഒരു സംഘം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വരികയും അവര് ശക്തമായി പലതരത്തിലുള്ള പ്രതിഷേധ മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാരെ സമ്മർദ്ദം ചെലുത്തുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന സാഹചര്യം വരുത്തുകയും ചെയ്യുന്നതിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നത്. ഇതിന്റെ ഇടയിൽ സുഭാഷ് ചന്ദ്രബോസ് അന്ന് ജപ്പാനിലെ ഹിരോഹിറ്റ ചക്രവർത്തിയുടെ പട്ടാളക്കാരുമായി ചേർന്നുകൊണ്ട് പല മൂവ്മെന്റുകളും ഉണ്ടാക്കുന്നുണ്ട്. ഈ മൂവ്മെന്റുകളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾക്ക് നേതൃത്വം നൽകിയത് ഗാന്ധിയും നെഹ്റുവും അടങ്ങുന്ന സംഘമാണ് എന്നുള്ളതിൽ ചരിത്രം അറിയുന്ന ആളുകൾക്ക് യാതൊരു തർക്കവുമില്ല. ഇനി അടുത്ത സമയങ്ങളിലൊക്കെ നമ്മളുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത് സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ചരിത്രകാരന്മാർ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന ഒരു നറേഷനാണ്. സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AO ഹ്യൂം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇന്ത്യക്കാർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട് സംഘടിച്ച് അതിതീവ്രമായ നിലയിൽ ആ പ്രഷർ വെളിയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ തിരിയുമെന്നൊരു സാഹചര്യം വന്നപ്പോ നമ്മൾ ഈ പ്രഷർ കുക്കറിന് സേഫ്റ്റി വാൾവ് വെക്കുന്നത് പോലെ ഇന്ത്യക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങിയത് എന്നാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും അതിനു മുമ്പുള്ള ചരിത്രത്തെയും കുറിച്ച് ഏറ്റവും ആധികാരികമായി ബിപിൻ ചന്ദ്ര എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ഇറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്ന് പറയുന്ന 3 വാല്യമുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്ന തിയറി ഇറ്റ് ഈസ് എ മിത്ത്, അതൊരു അസംബന്ധമാണ്, അതൊരു കളവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാരണം ഇത് മുഴുവൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നെഹ്റുവും ഗാന്ധിയും പണിയെടുത്തിട്ടില്ല. അതിന് പകരം ഇന്ന് ആ സ്ഥാനത്ത് ചില വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ചില ആളുകളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ തിയറികൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്, ചരിത്രബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കേവലം മുഹമ്മദ് അലി ജിന്നയ്ക്ക് മറ്റൊരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്ന് ഭരിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതല്ല. മുഹമ്മദ് അലി ജിന്നയെ അംഗീകരിച്ച് അദ്ദേഹത്തിന് ഭരിക്കാൻ ഒരു പ്രദേശം ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇന്ത്യയുടെ പാർട്ടീഷന് സമ്മതിച്ചതുമല്ല. സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ബ്രിട്ടീഷ് ലോയലിസ്റ്റ് ആയിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1900 തുടക്കം മുതൽ പാർട്ടീഷന് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. മുഹമ്മദ് അലി ജിന്ന അതിനെ പിന്നീട് ഏറ്റെടുത്തിരുന്നു. പക്ഷെ ഏറ്റെടുക്കുന്നതിന്റെ ഇടയിൽ 1900 മുതൽ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നിരന്തര വിദ്വേഷ പ്രസംഗം എല്ലാ മതത്തിന്റെയും നേതാക്കന്മാർ നടത്തിയിരുന്നു. കലാപങ്ങൾ ഉണ്ടായി. രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത തരത്തിൽ പരസ്പരം മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ജനതയെ മുഴുവൻ ഒറ്റ രാഷ്ട്രത്തിന്റെ കീഴിൽ ഒരിക്കലും ഒന്നിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതുന്ന സമയത്ത് ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായി എതിർത്തിരുന്ന നെഹ്റുവിനും പട്ടേലിനും വരെ തീരുമാനിക്കേണ്ടി വന്നത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പല ആളുകളും അപകടകരമായ രീതിയിൽ കളിച്ചതിന്റെ പേരിലായിരുന്നു ഇന്ത്യയുടെ പാർട്ടീഷന് ഇന്ത്യയുടെ മഹാന്മാരായ നേതാക്കന്മാർ സമ്മതിക്കേണ്ടി വന്നത്. ഇതിനെല്ലാം മറന്ന് വെച്ചുകൊണ്ട് നെഹ്റു രാജ്യത്തെ ഒറ്റുകൊടുക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞാൽ, ഞാനൊരു 3 കൊല്ലം മുമ്പ് ഇവിടെ നെഹ്റുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ നെഹ്റുവിന്റെ ചരിത്രം എഴുതിയിട്ട് ആ പുസ്തകം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന വാക്കുദ്ധരിച്ചിരുന്നു, നിങ്ങൾ ഇന്ത്യയിലെ എഴുതപ്പെട്ട സകല രേഖകളിൽ നിന്നും നെഹ്റുവിന്റെ പേര് മായിച്ചു കളഞ്ഞാലും, ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട സകല ചിത്രങ്ങളിൽ നിന്നും നെഹ്റുവിന്റെ ഫോട്ടോ നിങ്ങൾ മാറ്റിക്കളഞ്ഞാലും ആധുനിക ഇന്ത്യ, ഈ ഇന്ത്യയുടെ വികസനം, ഈ ഇന്ത്യയുടെ ജീവവായു ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇന്ത്യ നെഹ്റു നെഹ്റു എന്ന് ഓരോ സെക്കൻഡുകളിലും മന്ത്രിച്ചു കൊണ്ടിരിക്കും. കാരണം ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ച് നടുപൊടിച്ച് പരസ്പരം തമ്മിലടിക്കുകയും വിഭജിക്കുകയും കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു യഥാർത്ഥ സ്റ്റേറ്റ്സ്മാന് മാത്രമേ ഈ രാജ്യത്തെ തിരിച്ച് ഇന്ന് 140 കോടി ജനങ്ങൾ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഇന്ത്യയാക്കി കൊണ്ടുവരാൻ സാധിച്ചത് നെഹ്റുവിന്റെ കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന്റെ കഴിവും
അദ്ദേഹത്തിന്റെ മിടുക്കും കൊണ്ടാണ്. അതുകൊണ്ട് അച്ചടിക്കപ്പെട്ട എല്ലാ രേഖകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മായിച്ചു കളഞ്ഞാലും ആധുനിക ഇന്ത്യ നെഹ്റു എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നു. നമ്മളിത് ഓർത്തിരിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിദായത്തിന് വേണ്ടി, മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ 6600 ആയത്തുകളിൽ 2000 ആയത്തുകൾ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയകളെയും മാധ്യമങ്ങളെയും ട്വിറ്റർ അക്കൗണ്ടുകളെയും ഏജൻസികളെയും ഉപയോഗിച്ച് ഒരു ജനതയുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് ഇതല്ല ശരിയായ ചരിത്രം, ഇതാണ് ശരിയായ ചരിത്രം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഖുർആനിലെ പ്രബലമായ സൂറത്തുകൾ നിങ്ങൾ എടുത്തു നോക്ക്. സൂറത്തുൽ കഹ്ഫ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാം ഓരോരുത്തർക്കും ഓതൽ സുന്നത്തായ സൂറത്താണ്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് വന്നത്? ആ സൂറത്തിൽ അല്ലാഹു എന്താണ് പറയുന്നത്? 7 ചെറുപ്പക്കാർ തങ്ങളുടെ മതം, തങ്ങളുടെ മത സ്വാതന്ത്ര്യം, തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അക്രമിയായ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിസ്സഹായരും നിരാലംബരുമായ ആ 7 ചെറുപ്പക്കാരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി, ഭരണകൂടത്തിന്റെ പവർ മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് ദാസ്യപ്പണി ചെയ്തുകൊണ്ട് ഈ 7 ചെറുപ്പക്കാരെ വേട്ടയാടാൻ വേണ്ടി തുനിയുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടൽ 300 വർഷത്തോളം ഒരു ഗുഹയിൽ അവര് ഉറങ്ങിക്കിടക്കുന്നു. 300 വർഷത്തിന് ശേഷം അത്ഭുത മനുഷ്യരായി, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചവരായി അവർ ആ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരെ എതിർത്ത ആളുകളൊക്കെ അവരുടെ അനുയായികളായി മാറുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണകൂടത്തിന്റെ പവർ കണ്ടിട്ട് ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് ന്യൂനപക്ഷമായ ഈ മനുഷ്യരെ വേട്ടയാടിയിരുന്ന ആളുകൾ ഇന്ന് ഈ മനുഷ്യർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു പള്ളി പണിയാം, നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു പ്രതിമ പണിയാം എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൂടുന്ന കാഴ്ച കണ്ടപ്പോ അല്ലാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവര് കള്ളന്മാരാണ്, കഷ്ടപ്പാടുകളും സമരവും ഒക്കെ അനുഭവിച്ച കാലത്ത് ഇവര് ഭരണകൂടത്തിന്റെ കൂടെ നിന്നവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യം നമ്മളോട് പറയുന്നത്. ഇന്ന് ഗുജറാത്തിലെ പട്ടേലിന്റെ പ്രതിമ വരെ ഇതിന്റെ ബാക്കി പത്രമായി ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. സൂറത്ത് യൂസുഫ്, അല്ലാഹു തആല സൂറത്ത് യൂസുഫിലൂടെ നമ്മളോട് പറയുന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, മനുഷ്യന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ചരിത്രം ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പി തരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, നശിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ ബദലായി അതിന്റെ അതേ മോഡലിൽ തന്നെ സംഘം ചേരുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലേക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും കള്ള തെളിവുകൾ ഉണ്ടാക്കി ഇന്ന് മീഡിയകളുടെ മുമ്പിൽ PR ഏജൻസികളെ ഉപയോഗിച്ച് കാണിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ ആടിന്റെ ചോര തേച്ച് പിതാവിന്റെയും ജനങ്ങളുടെയും മുമ്പിൽ വന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. പിന്നീട് ഈജിപ്തിലേക്ക് വരുന്നു. ഇല്ലാത്ത പെണ്ണ് കേസുകൾ ചുമത്തി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാലാകാലത്തേക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ രാഷ്ട്രീയ ദൗത്യം അവസാനിച്ചു എന്ന് തീരുമാനിക്കുന്നിടത്ത് ചരിത്രത്തിന്റെ നിയോഗം പോലെ ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തുന്ന രാഷ്ട്രീയമായ മാന്യതയെ കുറിച്ച് അല്ലാഹു തആല പഠിപ്പിക്കുന്ന സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ യൂസുഫ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ വിവരിക്കുന്ന സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. ആ അധ്യായത്തിന്റെ പേര് ചരിത്രം, കഥ എന്നാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. 10,000-കണക്കിന് നിരാലംബരായ മനുഷ്യരുടെ അസ്ഥികുടത്തിന്റെ മുകളിൽ, 10,000-കണക്കിന് നിരാലംബരായ കുഞ്ഞുങ്ങളുടെ ശവമഞ്ചയത്തിന്റെ മുകളിൽ തന്റെ ഭരണത്തിന്റെ സിംഹാസനം ഉറപ്പിച്ച ഫിറഔൻ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ ഏകാധിപതി 1000-കണക്കിന് മനുഷ്യരുടെ രക്തച്ചാലുകളുടെ മുകളിൽ അധികാരത്തിന്റെ കസേരയിട്ട് ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് എന്റെ അധികാരത്തിന്റെ കസേര സുനിശ്ചിതമായി ഉറപ്പിച്ചു നിർത്താം എന്ന് പ്രഖ്യാപിക്കുന്ന ഫിറഔൻ, ആ ഫിറഔനിന് നേരെ മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ചരിത്രത്തിന്റെ നിയോഗമായി ഇസ്രായേലിയരുടെ വിമോചകനെ അല്ലാഹു തആല കൊണ്ടുവരികയും തന്റെ സകല ചിന്തകളെയും തന്റെ സകല കണക്കുകൂട്ടുകളെയും അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ മോചനത്തിനു വേണ്ടി ഫിറഔൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന്റെ സിംഹാസനത്തിന്റെ അടിത്തട്ട് ഇളക്കിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ അധികാരത്തിന്റെ കേന്ദ്രത്തിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് അല്ലാഹു തആല സൂറത്തുൽ ഖസസിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട്
ഇന്ത്യയുടെ വിഭജനത്തെക്കുറിച്ച് ഓർക്കണം, ആ ദിവസത്തെ ആചരിക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും നമ്മളോട് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യക്ക് തീരാത്ത മുറിവുകൾ സമ്മാനിച്ച ഒരു രാത്രിയായിരുന്നു 1947 ആഗസ്റ്റ് 14 രാത്രി. ആ രാത്രികൾ, ആ പകലുകൾ മുഴുവൻ അങ്ങനത്തേതായിരുന്നു. അന്ന് ഇന്ത്യക്കാര് പറഞ്ഞതുപോലെ മേ ദ ഗോഡ് ഈസ് ആംഗ്രി ഓൺ us, ദൈവം മനുഷ്യരോട് കോപിക്കാൻ ആവശ്യമായ, മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന വർത്തമാനങ്ങളും പ്രസ്താവനകളും വാർത്തകളും കൊണ്ട് ഇന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷം നിറഞ്ഞു നിന്ന ഒരു കാലമായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. എന്തിനോർക്കണം? നമ്മളുടെ ഭൂതകാലത്ത് നമ്മളുടെ പൂർവികന്മാർക്ക് സംഭവിച്ചു പോയ അപജയങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് വർത്തമാന കാലത്ത് പിഴയ്ക്കാത്ത ചുവടുവെപ്പുകളുമായി നടന്നു നീങ്ങി ഈ മഹാരാജ്യത്തെ വിജയത്തിന്റെയും ഉന്നതിയുടെയും പടവുകളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ യുവതയ്ക്ക് കരുത്ത് പകരുന്നതിന് വേണ്ടി നമ്മളുടെ ഭൂതകാലത്ത് സംഭവിച്ചു പോയ പിഴവുകളെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ ഒരു സബ്ജക്റ്റാണ് പാർട്ടീഷൻ. ഡോക്ടർ അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ വി ഡി സവർക്കറിനെ നിശിതമായി, മുഹമ്മദ് അലി ജിന്നയെയും വി ഡി സവർക്കറിനെയും കുറിച്ച് അദ്ദേഹം പറയുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, രണ്ട് എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ, ഹിന്ദു രാഷ്ട്രത്തിനും മുസ്ലിം രാഷ്ട്രത്തിനും വേണ്ടി വാദിച്ച രണ്ട് മനുഷ്യർ, അവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയെ മതപരമായി വിഭജിക്കുക എന്നുള്ളത് അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ എനിക്ക് അത്ഭുതമുണ്ടെന്ന് പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ അംബേദ്കർ പറഞ്ഞതുപോലെ ഇനിയും രാജ്യത്ത് മനുഷ്യർ തമ്മിലടിക്കുന്ന കലാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാളുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മതയോടുകൂടി മുന്നേറാൻ ഈ രാജ്യത്തെ യുവത അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പക്ഷെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് നമ്മൾ പാർട്ടീഷനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ 2 നറേഷനിലും 100 കണക്കിന് പുസ്തകങ്ങൾ ഇന്ത്യയിൽ എഴുതിയതായി കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഏതെങ്കിലും ഒരാളുടെ വാശിയല്ല, മറിച്ച് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ 10-30 വർഷത്തോളം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിലടിച്ച് തുടങ്ങിയത് മുതലാണ് ഇന്ത്യ വിഭജനത്തിന്റെ വിത്തുകൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ പാകപ്പെട്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടെ സമാധാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കാനും ഈ രാജ്യം അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ മറ്റെല്ലാ രാജ്യത്തെക്കാളും എല്ലാ കാലത്തും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.